ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ പുതിയ കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ പുതിയ കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികൾ പറിക്കാൻ പോവാണ്. പാപ്പാ പോണം. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യത്തെ പയർ പറിക്കുകയാണ്. ഇത് കത്രിക വെച്ചാൽ പറിക്കാവുള്ളൂ, അല്ലാതെ പറിച്ചാൽ ഉണ്ടാക്കാൻ പണിയാണ്. ഇനി നമുക്ക് ഫ്രൈക്ക് പറിക്കാൻ കൊടുക്കാം. എന്നാ വലിയ പയറാണ്, നിങ്ങൾ കണ്ടോ? ഇത്രയും ഞങ്ങൾ 2 മാസം കൊണ്ട് ഇത്രയും വിളവുണ്ടാക്കി. ഇനി നമ്മൾ അച്ചാച്ചന് പറിക്കാൻ കൊടുക്കുവാണ്. നമ്മുടെ അച്ചാച്ചൻ പറിക്കാൻ പോവാണ്. ഇനി ഞാൻ വേറൊരു നീളമുള്ള പയർ കാണിച്ചു തരാം നിങ്ങളെ. അതല്ലോ, ഇത്രയും നീളമുള്ള പയറൊക്കെ ഉണ്ടാകും. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് പയർ പറിച്ച് കാണിക്കാം. ഇത്രയും വലുത് വരെ ആകും. പറയലൊക്കെ ഞാൻ ഇങ്ങനെ വെക്കും. നമ്മൾ ഒന്നും മിസ് ചെയ്യാതെ പറിക്കണം. നമുക്ക് 1 കിലോ 2 കിലോ ഓളം പയർ കിട്ടും. പിന്നെ അടുത്ത ഫ്രൈക്ക് തന്നെ കൊടുക്കാൻ മുട്ടാൻ കട്ടിയത്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഇനി അടുത്ത സെക്ഷനാണ്. ഇതാണ് വെള്ളരിക്ക സെക്ഷൻ. ഇവിടെ ഇങ്ങനെ കുറേ പടർന്ന് കിടക്കുന്നതൊക്കെ വെള്ളരിക്കയാണ്. ഇതാ നമ്മുടെ ഇന്നത്തെ 1 3 5-6 എണ്ണം, 5-6 കൂടുതൽ ഒരെണ്ണത്തെ ഉണ്ടാകും. ഇത് കണ്ടോ, 1 2 3 4 5 6 7 10 എണ്ണം വരെ ഒരെണ്ണത്തെ ഉണ്ടാകും. പിന്നെ ഇത്തേക്ക് കണ്ടോ, ഇതാണിപ്പോൾ ഇതിൽ ഏറ്റവും വലുത്. പിന്നെ ബാക്കി ഇവിടെയൊക്കെ നമ്മുടെ വാഴയാണ്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ വെള്ളരിക്കയുടെ അപ്പുറത്ത് മൊത്തം കപ്പയാണ്. ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നട്ടിട്ട് 2-2.5 മാസം ആകുന്നതേ ഉള്ളൂ. 3ാമത്തെ മാസം ആകുന്ന മുമ്പ് എല്ലാം നന്നായി ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഇത് നമ്മുടെ സവോളയുടെ സെക്ഷനാണ്. ഇത് ഈഴ നട്ടതേ ഉള്ളൂ. 1.5 മാസം ആകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇത് ഉണ്ടായി വന്നു. ഇതാണ് അപ്പോൾ സവോള. പിന്നെ ഇത് ബാക്കി നമ്മുടെ പയറാണ്. പയർ ഒരുപാടുണ്ട്. 1 മണിക്കൂറൊക്കെ കൊണ്ടേ പറിച്ചു തീർക്കാൻ പറ്റൂ. അല്ല 5 മിനിറ്റ് മുമ്പ് മൊത്തം പറിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അടുത്ത് നമ്മുടെ വെണ്ട സെക്ഷനാണ്. നമ്മുടെ വെണ്ടയൊക്കെ ഇവിടെ കുറേ പറിച്ചു. പിന്നെ അത്ര കുഞ്ഞു കായൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് ചീരയുടെ സെക്ഷൻ. പിന്നെ അതല്ലാതെ ഇതാണ് വെണ്ടയ്ക്കയുടെ പൂ. ഇതാണ് ഞങ്ങളുടെ ചീര സെക്ഷൻ. ഒരുപാട് ചീര ഇത്തവണ കിട്ടിയായിരുന്നു. ഇതാ ഇത്തിരി നല്ല വെണ്ടയ്ക്കുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഇതാണ് കുമ്പളങ്ങയുടെ ഗൈസ്. ഇതുണ്ടോ കുമ്പളങ്ങ പടർന്ന് കിടക്കുന്നത്. സോറി ഗൈസ്, കുമ്പളങ്ങ അല്ലായിരുന്നു, വെള്ളരിക്ക. എനിക്ക് ഇടയ്ക്ക് മറന്നു പോകും ഇതിൻ്റെ പേരെപ്പോഴും. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ കായ്ക്ക സെക്ഷൻ. കുറേ ഉണ്ടായതാണ്, ഞങ്ങൾ കുറേയൊക്കെ പറിച്ചു. ഇതുണ്ടോ ഗൈസ്, ഇതാണ് കോവയ്ക്ക. ഇതിൻ്റെ പൂവാണിത്. പിന്നെ ഇതുപോലെ കുറേ തൂങ്ങിക്കിടക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഒളിഞ്ഞിരുന്നു ഇരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ പഴുത്ത് കിടക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ പറിച്ച് കളയേണ്ടതാണ്. പഴുത്തതൊക്കെ നമ്മൾ പറിച്ച് കളയണം. നമ്മൾ ആ ചോട്ടിലോട്ട് തന്നെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെയും വളർന്നു വരുമായിരിക്കും. പിന്നെ ഇവിടെയും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി ബക്കറ്റ് ഉണ്ട്. പിന്നെ ഇതും കുറച്ച് വെണ്ടയ്ക്കൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ ഈയിടെ കുറച്ചുകൂടെ വല കെട്ടി ഈ കോവയ്ക്ക കുറച്ചുകൂടെ പടർന്ന് വളരാൻ വേണ്ടി. ഇത് വേറൊരു വെള്ളരിക്ക സെക്ഷനിലെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക പോട്ടെ, വെള്ളരിക്ക സെക്ഷനിലെ വെള്ളരിക്കയാണ്. കണ്ടോ, എന്നാൽ വലുതാണെന്നുള്ളൂ. ഇനിയും വലുതായിട്ടുള്ളതുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കോ, എല്ലാത്തിലെയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
ഇത്തേലൊരു ചെറുതാണുള്ള അത് കേടായിപ്പോയി. വെള്ളക്കിളി ഇത് കേടായിപ്പോയി. അത് ഇടയ്ക്കത്തെ കുഞ്ഞു കുഞ്ഞ് ചാഴി കയറി. ചാഴി എന്ന് പറഞ്ഞാൽ ഒരു സൈസ് ഫംഗസ് പോലത്തേതാണ്. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് മരുന്നടയ്ക്കും. ഫ്രെയിം അച്ചാച്ചന് എപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ 1 കിലോയുടെ അത്രയും കിട്ടി. ഇത് 1 കിലോ അല്ലേ? 1 കിലോയുടെ അത്രയും കിട്ടി. നമ്മളിപ്പോൾ ഒരു സെക്ഷൻ മൊത്തം ആകുന്നു. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഇത്തലേക്ക് ചാഴി ഇടയ്ക്ക് കയറും. ഇതൊന്നും തിന്നാൻ കൊള്ളുന്നല്ല ചാഴി കയറിയത്. കാരണം ചാഴിയൊന്നും തിന്നാൻ പറ്റുന്നില്ല. അതൊരു സൈസ് ഇൻസെക്റ്റാണ്, ഒരു സൈസ് പ്രാണിയാണ്. പിന്നെ ഇത് വേറെ ഒരു വെള്ളരിക്ക. ഇങ്ങനെ കുറേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ ലറീൻ. താങ്ക് യു.